വിമത ഭീകരർ സിറിയ കീഴടക്കിയതിന് പിന്നാലെ ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിത പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. അതേസമയം സിറിയൻ സൈന്യത്തിന്റെ ആയുധശേഖരം വിമതസേനയുടെ കയ്യിൽ എത്തുന്നത് തടയുന്നതിനായി സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. വിമത ഭീകരർ രാജ്യം പിടിച്ചടക്കിയതോടെ 1974-ൽ സിറിയയുമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർന്നുവെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിത പ്രദേശം പിടിച്ചെടുത്തത്. ഗോലാൻ കുന്നുകളുടെ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ബഫർ സോണിലേക്കും സമീപത്തുള്ള കമാൻഡിംഗ് പൊസിഷനുകളിലേക്കും പ്രവേശിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയോട് ഉത്തരവിട്ടതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ശത്രുതാപരമായ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നെതന്യാഹു അറിയിച്ചു. മധ്യപൂർവേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രദിനമാണ്. സിറിയയിലെ അസാദ് ഭരണകൂടത്തിന്റെ അന്ത്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവസരമാണ്. ഒപ്പം തന്നെ ചില അപകടങ്ങളും പുതിയ സംഭവവികാസങ്ങൾ സമ്മാനിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. അസാദ് ഭരണകൂടത്തെ പിന്തുണച്ചിരുന്ന ഹിസ്ബുള്ളയ്ക്കും ഇറാനുമെതിരെ ഇസ്രായേൽ നടത്തിയ ശക്തമായ നടപടികളുടെ പരിണിതഫലമാണ് സിറിയയിലെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. സിറിയയിലെ പുതിയ സാഹചര്യം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. അതിന്റെ ഭാഗമായാണ് ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിൽ നിലയുറപ്പിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നൽകിയ ഉത്തരവെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. മേഖലയിൽ ശാശ്വതമായ ഒരു ക്രമീകരണം ഉണ്ടാകുന്നതുവരെ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഒപ്പം തന്നെ സിറിയയിലെ ഡ്രൂസ്, കുർദ്, ക്രൈസ്തവ, മുസ്ലിം സമൂഹങ്ങൾക്ക് സമാധാനത്തിന്റെ സന്ദേശവും ബെഞ്ചമിൻ നെതന്യാഹു നൽകി. സിറിയയിലെ പുതിയ ഭരണകൂടവുമായി സമാധാനപൂർവമായ ഒരു ബന്ധമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് സാധിച്ചില്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തിനും ഇസ്രായേൽ അതിർത്തികൾക്കും പ്രതിരോധം സൃഷ്ടിക്കുവാൻ ഏതുവിധേനയും ശ്രമിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗോലാൻ കുന്നിൽ നിന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈയൊരു പ്രഖ്യാപനം നടത്തിയത്. മേഖലയിലെ 5 സിറിയൻ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് IDF നിർദ്ദേശം നൽകിയിട്ടുണ്ട്. The collapse of the Assad regime, the tyranny in Damascus, offers great opportunity, but also is fraught with significant dangers. This collapse is a direct result of our forceful action against Hezbollah and Iran, Assad's main supporters. It set off a chain reaction of all those who want to free themselves from this tyranny and its suppression. But it also means we have to take action against possible threats. One of them is the collapse of the Separation of Forces Agreement from 1974 between Israel and Syria. This agreement held for 50 years. Last night it collapsed. The Syrian army abandoned its positions. We gave the Israeli army the order to take over these positions to ensure that no hostile force embeds itself right next to the border of Israel. This is a temporary defensive position until a suitable arrangement is found. Equally, we send a hand of peace to all those beyond our border in Syria, to the Druze, to the Kurds, to the Christians, and to the Muslims who want to live in peace with Israel. We're going to follow events very carefully. If we can establish neighborly relations and a peaceful relations with the new forces emerging in Syria, that's our desire. But if we do not, we'll do whatever it takes to defend the state of Israel and the border of Israel. സിറിയൻ സൈന്യത്തിന്റെ ആയുധശേഖരം ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ വിമത ഭീകരരുടെ കൈകളിൽ എത്താതിരിക്കാനാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. സുവൈദയിലെ കൽ കലാഹ വ്യോമതാവളത്തിലെ ആയുധശേഖരങ്ങൾ, ദാര ഗവർണറേറ്റിലെ സൈനിക കേന്ദ്രങ്ങൾ, ഡമാസ്കസിലെ മെസ്സെ വ്യോമതാവളം എന്നിവിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ ആക്രമണമുണ്ടായത്. അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് സിറിയയിലെ ആയുധശേഖരങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഹിസ്ബുള്ളയ്ക്കോ ഇസ്രായേലിന് ഭീഷണിയാകുന്ന മറ്റേതെങ്കിലും ഘടകങ്ങൾക്കോ അവ ലഭിക്കുന്നത് തടയാൻ പ്രവർത്തിച്ചു വരികയാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. അതിനിടെ സിറിയ വിട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദ് കുടുംബത്തോടൊപ്പം മോസ്കോയിൽ എത്തി. അദ്ദേഹത്തിന് അഭയം നൽകുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഷാർ അൽ അസദ് സിറിയ വിട്ടെന്ന് റഷ്യ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും എവിടെയാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. നയതന്ത്ര കാര്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പു നൽകിയെന്നും ക്രെംലിൻ അറിയിച്ചു. അതേസമയം സിറിയ പിടിച്ച ഭീകരരെയും സിറിയൻ ജനതയും അഭിനന്ദിക്കുന്നതായി താലിബാൻ ഭീകരർ അറിയിച്ചു. അമേരിക്ക തലയ്ക്ക് 10 കോടി വിലയിട്ട കൊടും ഭീകരനായ ജുലാനിയാണ് സിറിയ പിടിച്ചടക്കിയ ഭീകരർക്ക് നേതൃത്വം നൽകിയത്. ഡമാസ്കസിലെ മോസ്കിൽ നിന്നായിരുന്നു സിറിയ വിജയിച്ചതായുള്ള അബു മുഹമ്മദ് അൽ ജുലാനിയുടെ പ്രഖ്യാപനം. 74% സുന്നി മുസ്ലിങ്ങളും 13% ഷിയകളും 10% ക്രൈസ്തവരുമുള്ള രാജ്യത്തിന്റെ ഭരണ നേതൃത്വം ഭീകരസംഘത്തിന്റെ കൈകളിൽ എത്തിയതോടെ ലോകം ആശങ്കയോടെയാണ് സിറിയയിലെ സ്ഥിതിഗതികൾ വീക്ഷിക്കുന്നത്.